ഇതിൻ്റെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ. എന്തൊരു പടമാണ് ഭായി, കിഷ്കിന്ദ കാണ്ഡം. ഇതെന്തോടെ ഇത് ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞാണ് തുടങ്ങിയതെന്ന് വിചാരിക്കേണ്ട, അമ്മാതിരി പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാളുടെ പേര് ആദ്യം പറഞ്ഞത്. ബാഹുൽ രമേഷ് പുള്ളിയാണ് സിനിമറ്റോഗ്രാഫി, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു കഥയായിപ്പോയി. ഒരു മിസ്റ്ററി ത്രില്ലർ ജാൻറേ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് മിസ്റ്ററി ത്രില്ലർ തന്നെയാണ്. ഇതിനകത്ത് ഇത്രയും കുറഞ്ഞ ക്യാരക്ടറുകളെ കൊണ്ട് ഈ ഒരു സിനിമ ഇതുപോലെ ഒരു സ്ക്രീൻ പ്ലേ എടുത്തു വെച്ച് അത് ഡയറക്ടർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഡയറക്ടറും അതുപോലെ പണിയെടുക്കണമെങ്കിൽ പിന്നെ ആസിഫ് അലി, അപർണ മുരളി ഇവരെയൊക്കെ പറയണ്ടല്ലോ, ഇവരെയൊക്കെ അറിയാമല്ലോ. ഒരു കാടും കുറേ കുരങ്ങന്മാരും പിന്നെ നമ്മുടെ കുറേ നാടന്മാരും, ഇതുപോലെയൊക്കെ പടം എടുക്കാൻ നമുക്ക് പറ്റിയല്ലോ എന്ന് പറയുന്നത് മലയാളികൾക്കൊരു അഭിമാനമാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കര ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ സ്ലോ ആണ്. പിന്നെ ഇതൊരു അടിച്ചുപൊളി പടമായിട്ടൊക്കെ വന്ന് കാണാനിരിക്കുന്ന ആസിഫ് അലി ഫാൻസിന് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ഇത്രയും കുറഞ്ഞ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തിട്ട് അതിങ്ങനെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി നമ്മളെ അവസാനം ആകുമ്പോഴേക്കും ആ പിടിച്ചിരുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇതുപോലത്തെ സിനിമകളിൽ എനിക്കിഷ്ടം. ഈ സിനിമ എനിക്ക് അതാണ് ഇഷ്ടപ്പെടാൻ കാരണം. അശോകനുണ്ട്, ആസിഫ് അലി, അപർണ മുരളി, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിനകത്ത്. ഈ ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ആൾ ഭയങ്കരമായിട്ടാണ് പുള്ളി അബ്സോർബ് ചെയ്തിട്ട് പുള്ളി അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ ഒബ്സർവേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇത് പുള്ളി അകത്തോട്ട് എടുത്ത് പുറത്തോട്ട് വിട്ടതാണ് ഈ പടം അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. അത് കാരണമാണ് പുള്ളി അത്രത്തോളം ഈ കഥയെ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇത് കാണുമ്പോൾ. പിന്നെ വിജയരാഘവൻ പുള്ളിയുടെ പെർഫോമൻസും അങ്ങനെ ഒരു സ്പീഡ് കുറഞ്ഞ സിനിമയിൽ ഇതുപോലെ പെർഫോം ചെയ്യണമെങ്കിൽ അതുപോലത്തെ ആർട്ടിസ്റ്റിനെ അത് പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ വന്നിട്ട് പിന്നെ എന്താ സാറേ മനസ്സിലായോ സാറേ എന്നൊക്കെ ചോദിക്കുന്ന പോലെയല്ല ഇതുപോലത്തെ സിനിമകൾ എടുക്കുന്നത്. ഞാൻ വിനായകനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അതുപോലത്തെ കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. മ്യൂസിക് ചെയ്ത മുജീബ് പുള്ളി അത് അങ്ങനെ ഒഴുകി അങ്ങ് പോവാണ് സിനിമയുടെ കൂടെ, നമ്മളെ ഇങ്ങനെ ആ ഒരു ഒഴുക്കിൽ പെടുത്താണ്. അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലത്തെ മ്യൂസിക്കാണ്. ഭയങ്കര രസമുണ്ട്. ഇമാതിരി സിനിമകൾ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ അസൂയപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണിത്. ഇതൊരു നാഷണൽ അവാർഡിനുള്ള ഒരു പടമാണ് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ഈ അപർണ മുരളി ആയാലും, അശോകനായാലും, ആസിഫ് അലി ആയാലും, വിജയരാഘവനായാലും, പിന്നെ മേജർ രവി, ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ. ഈ ഒരു കുറഞ്ഞ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട്, പിന്നെ തമിഴ്നാടൻ നിഴകൽ രവി അയാളുമുണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ ഇങ്ങനെ സ്ലോ ആയിട്ട് കൊണ്ടുപോയി ക്ലൈമാക്സിൽ എത്തിച്ച് ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ത്രില്ല് അടിപ്പിക്കണമെങ്കിൽ ഭയങ്കരം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് ടു കിഷ്കിന്ദ കാണ്ഡം ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ. ഭയങ്കര പണിയെടുത്തിട്ടുണ്ട് പുള്ളി. എല്ലാവരും